everyone, supply chain challenge in the പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മേക്ക് വേഴ്സസ് ബൈ, അതായത് ഷുഡ് ഐ മേക്ക് സംതിങ് ഓർ ഷുഡ് ഐ ബൈ സംതിങ്. ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ സപ്ലൈ ചെയിൻ ഡിസൈനിന്റെ ടോപ്പിക് നമ്പർ 3 ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് സപ്ലൈ ചെയിൻ ഡിസൈൻ ആണ് സംസാരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ആസ് എ മാനുഫാക്ചറർ അല്ലെങ്കിൽ ആസ് എ കമ്പനി ഐ ഷുഡ് ഓൾവേസ് ഹാവ് സം ഡിസിഷൻസ് ഓൺ ചില കാര്യങ്ങൾ ഞാൻ മേടിക്കണോ അതോ ചില കാര്യങ്ങൾ ഞാൻ ഔട്ട്സോഴ്സ് ചെയ്യണോ, അല്ലെ? അപ്പൊ ഔട്ട്സോഴ്സിംഗ് എന്നുള്ള വാക്കുകൾ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അപ്പം മേക്ക് ഇസ് ഓൾസോ നോൺ ആസ് ഇൻസോഴ്സിംഗ് ആൻഡ് ബൈ ഇസ് ഓൾസോ നോൺ ആസ് ഔട്ട്സോഴ്സിംഗ്. അപ്പൊ നമുക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ മെട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്ത്, വെയർ ഷുഡ് ഐ പ്രൊഡ്യൂസ് ദിസ്, അല്ലെ? അത് ഐദർ എബ്രോഡ് ആവാം അല്ലെങ്കിൽ എന്താണ് ലോക്കൽ ആവാം, അതായത് നമ്മുടെ ഡൊമസ്റ്റിക് ആവാം ലോക്കൽ ആവാം. ഓക്കെ, ആൻഡ് രണ്ടാമത്തേതാണ് വിച്ച് കമ്പനി, സെയിം കമ്പനി പ്രൊഡ്യൂസ് ചെയ്യണോ അതോ വേറെ ഏതെങ്കിലും അതർ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലൊക്കേഷൻ ആൻഡ് ഇവിടെ ഏത് കമ്പനി. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലോക്കലായിട്ട് സെയിം കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് ഇൻസോഴ്സിങ്. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത് എന്ത്, മേക്ക്. ഓക്കെ, അതായത് ഞാൻ എന്റെ കമ്പനി ലോക്കലായിട്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ സെയിം കമ്പനി അബ്രോഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, എന്റെ കമ്പനിയിൽ തന്നെയാണ് ആ ഒരു റോ മെറ്റീരിയൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു സപ്പാർട്ട് ആയിക്കോട്ടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പക്ഷെങ്കിൽ അത് അബ്രോഡ് ആണ്, വേറൊരു രാജ്യത്താണ്. അങ്ങനെയാണെങ്കിൽ അതിന് പറയുന്നതാണ് ഓഫ് ഷോറിംഗ്. ഓക്കെ, ആൻഡ് ദെൻ നമ്മൾ അതർ കമ്പനിയിലേക്ക് വരികയാണ്. അതർ കമ്പനി സെയിം ലോക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അതിന് പറയുന്നതാണ് ഔട്ട്സോഴ്സിംഗ്. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ അതർ കമ്പനി അബ്രോഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്നതാണ് ഓഫ് ഷോറിംഗ് ആൻഡ് ഔട്ട്സോഴ്സിംഗ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മെട്രിക്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. നമ്മൾ ലോക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ സെയിം കമ്പനി ആണെങ്കിൽ അതിന് പറയുന്നതാണ് ഇൻസോഴ്സിംഗ് ഓർ മേക്ക്. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ സെയിം കമ്പനി അബ്രോഡ് ആണെങ്കിൽ അതിന് ഓഫ് ഷോറിംഗ് എന്ന് പറയും. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത അതർ കമ്പനി, അതായത് ഒരു തേർഡ് പാർട്ടിയുടെ കാര്യത്തിലേക്ക് പോവുകയാണ്. അപ്പം അത് ലോക്കലായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ഔട്ട്സോഴ്സിംഗ് എന്നും, അതേപോലെ അബ്രോഡ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഓഫ് ഷോറിംഗ് ആൻഡ് ഔട്ട്സോഴ്സിംഗ് എന്നും പറയും. ഓക്കെ, സോ അപ്പം ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വിത്ത് ദാറ്റ് അപ്പൊ നമ്മൾ മേക്ക് വേഴ്സസ് ബൈ എന്ന് വെച്ചാൽ എന്താണ്, മേക്ക് അതായത് ഇൻസോഴ്സിംഗ് ആണോ വേണ്ടത് അതോ ബൈ അതായത് ഔട്ട്സോഴ്സിംഗ് ആണോ ചെയ്യേണ്ടത്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഐദർ ലോക്കൽ ഓർ അബ്രോഡ്, എന്ത് വേണമെങ്കിലും ആവാം. വിത്ത് ദാറ്റ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു കമ്പനി ഈ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത്, അതായത് ഷുഡ് ഐ ബൈ ഓർ ഷുഡ് ഐ മേക്ക്, ആ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്. അപ്പൊ അതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 കാര്യങ്ങളാണ് മേജർ ആയിട്ടുള്ളത്. 1 ഫാക്ടർ ആൻഡ് 2 ഡിസിഷൻ ഫോക്കസ് ആൻഡ് 3 സബ് ഫാക്ടേഴ്സ്. അപ്പൊ ഇതിന്റെ അകത്ത് വരുന്നത് 1 കോസ്റ്റ് ആണ്, അല്ലെ? എപ്പോഴും ഏതൊരു കമ്പനി, ഇനി നമ്മളാണെങ്കിലും ചില കാര്യങ്ങൾ എന്താണ്, നമ്മളത് വീട്ടിൽ ഉണ്ടാക്കണോ അതോ പുറത്തുനിന്ന് മേടിക്കണോ എന്ന് തീരുമാനിക്കുന്നത് എന്താ, ബേസിക്കലി കോസ്റ്റിന്. അത് ലാഭമാണോ, വീട്ടിലുണ്ടാക്കിയാൽ അത് ലാഭമായിരിക്കുമോ എന്നുള്ള ഒരു കോസ്റ്റിന്റെ ബേസിസിലാണ്, അല്ലെ? അപ്പം ഇവിടെ സെയിം ലോജിക് അപ്ലൈസ് ഹിയർ ഓൾസോ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, കോസ്റ്റ് ആണ്. കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി. ഫൈനാൻഷ്യലി ഞാൻ എടുക്കുന്ന ഈ ഒരു ഡിസിഷൻ ഐദർ മേക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബൈ ആയിക്കോട്ടെ അത് ഫീസിബിൾ ആണോ എന്നാണ് നോക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് വരുന്ന സബ് ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും, ഫിക്സ്ഡ് കോസ്റ്റ്. അപ്പൊ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും, മെഷീൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പ്ലാന്റ് ഉണ്ടാവാം, അതേപോലെ തന്നെ ടൂൾസ് ഉണ്ടാവാം. അതെല്ലാം ഫിക്സ്ഡ് കോസ്റ്റ് ആണ്, അല്ലെ? വൺസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നീട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും. വേരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താവാം, ലേബേഴ്സിന്റെ സാലറി ഉണ്ടാവാം, യൂട്ടിലിറ്റീസ് ഉണ്ടാവാം, അതേപോലെ ഈ പറഞ്ഞ പ്ലാന്റിന്റെയും കാര്യങ്ങളുടെയൊക്കെ മെയിൻ്റനൻസ് വരാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇൻവെന്ററി കോസ്റ്റ്. നമ്മൾ ഈ കാര്യം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കാര്യം ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണമല്ലോ. അപ്പൊ ഈ സ്റ്റോർ ചെയ്യുമ്പോൾ അവിടെ ഒരു ക്യാരിയിങ് കോസ്റ്റ് വരുന്നുണ്ടല്ലേ, അവിടെ നമുക്ക് ആൾക്കാർ വേണ്ടി വരും, അവിടെ നമുക്ക് ഇലക്ട്രിസിറ്റി വേണ്ടി വരും, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവും. അപ്പം അതിനൊരു ഇൻവെന്ററി കോസ്റ്റ് ഉണ്ടാവും. ആൻഡ് അതുപോലെ വരുന്ന മറ്റൊരു കാര്യമാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ, അതായത് ഇത് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഒരു കമ്പോണന്റ് ആണെന്ന് നിങ്ങൾ വിചാരിച്ചോ. അപ്പൊ ഈ ഒരു കമ്പോണന്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഞാൻ ചെലവാക്കുന്ന തുക എനിക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെലവാക്കി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ റിട്ടേൺ കിട്ടുമോ, അതായത് ഷുഡ് ഐ സ്പെൻഡ് ദ എമൗണ്ട് ഇൻ എക്സ് ഓർ വൈ, അതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഹൈ ആണെങ്കിൽ എപ്പോഴും നമ്മൾ എന്താണ് ആ ഹൈ ആയിട്ടുള്ളതിലായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പല കമ്പനീസ് ഡിസൈനിൽ ഫോക്കസ് ചെയ്യുന്നത്. അവർ അവരുടെ ഡിസൈൻ ഇന്നോവേഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ബാക്കി പ്രൊഡക്ഷൻ എല്ലാം ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ടാവും. മറ്റ് കമ്പനീസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാര്യങ്ങൾ. ആൻഡ് ദെൻ ഫൈനലി അവർ അതിന്റെ ക്വാളിറ്റി ചെക്ക് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അവരുടെ ഒരു എന്താ ഫോക്കസ് എന്ന് വെച്ചാൽ എന്താണ്, ഇന്നോവേഷൻ ആൻഡ് ഡിസൈൻ ആണ്. അതാണ് അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കൊണ്ടുതരുന്ന കാര്യം. അപ്പം അതുകൊണ്ട് അവരെന്ത് പ്രൊഡക്ഷനിൽ ഫോക്കസ് ചെയ്യില്ല, റാദർ പ്രൊഡക്ഷൻ ഒക്കെ ഔട്ട്സോഴ്സ് ചെയ്യും. അപ്പം അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഷുഡ് ഐ ഡു എക്സ് ഓർ വൈ. ഓക്കെ, അപ്പൊ ഇതിനെ ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് പറയാം. ഇത് നമ്മൾ എന്താണ് നോക്കുന്നത്, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ആണ്. എൻ്റെ ഇത്ര എമൗണ്ട് ഉണ്ട്, ആ എമൗണ്ട് വെച്ചിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ. അപ്പം അതിനെ എല്ലാത്തിനോടെ ചേർത്തിട്ട് നമുക്ക് പറയാവുന്നതാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഫിക്സ്ഡ് കോസ്റ്റ് വരും, വേരിയബിൾ കോസ്റ്റ് വരും, ഇൻവെന്ററി കോസ്റ്റ് വരും, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരും. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് പറയാവുന്നതാണ് എന്ത്,
ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ്. അപ്പം കോസ്റ്റിന്റെ ഈ ഒരു പാർട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ് കപ്പാസിറ്റി. കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പറേഷണൽ ഫീസിബിലിറ്റി ആണ്. ഓൾറെഡി എനിക്കൊരു പ്ലാന്റ് ഉണ്ടാവും ആൻഡ് അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടാവും. ആൻഡ് അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ടായിരിക്കും ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞൊരു സബ് പാർട്ട് ആയിക്കോട്ടെ, റോ മെറ്റീരിയൽ ആയിക്കോട്ടെ, അത് മേക്ക് ചെയ്യണോ അതോ ബൈ ചെയ്യണോ എന്നുള്ളൊരു ഡിസിഷനിലോട്ട് വരുന്നത്. അപ്പം പ്ലാന്റ് യൂട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? കറന്റ് എന്റെ പ്ലാന്റ് ഫുൾ ലോഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാ പ്ലാന്റും ബിസിയാണ്, കറക്റ്റ് സ്കെഡ്യൂളിനനുസരിച്ച് ഓടുന്നുണ്ടെങ്കിൽ എനിക്ക് എക്സ്ട്രാ ഒരു കാര്യം അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തേതാണ് സ്കെയിലബിലിറ്റി. ഇൻ കേസ് നാളെ നമ്മുടെ ബിസിനസ് കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാളെ ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ആ ഒരു ഡയറക്ഷനിലാണല്ലോ ചിന്തിക്കുന്നത്. ബിക്കോസ് ആസ് എ ബിസിനസ് നമ്മളുടെ ഒബ്ജക്റ്റീവ് തന്നെ എപ്പോഴും കൂടുതൽ മാർക്കറ്റ് ഷെയർ കിട്ടുക എന്നുള്ളത്. അപ്പം നാളെ ഇതിന്റെ ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ ക്യാൻ ഐ സ്കെയിൽ ഇറ്റ്? അതായത് ഈ പറഞ്ഞ സബ് പാർട്ടിന്റെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഇതിന്റെ മേക്ക് എനിക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതിനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടോ? ആൻഡ് മൂന്നാമത്തേതാണ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് എനി ചേഞ്ചസ് ഇൻ ദ ഡിസൈൻ, ഫ്യൂച്ചറിലാണെങ്കിൽ കസ്റ്റമേഴ്സ് പറയുകയാണ് ഓക്കെ ഞങ്ങൾക്ക് അങ്ങനെയുള്ളതല്ല വേണ്ട, ഇങ്ങനെയുള്ള കുറച്ചുകൂടെ ഒരു വേറൊരു ഡിസൈൻ ആയിരുന്നു നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അതിനുള്ള ഫ്ലെക്സിബിലിറ്റി എൻ്റെ കയ്യിലുണ്ട് ഓൾറെഡി. ബിക്കോസ് ഇത് എന്താണ്? ഒരു മേക്ക് വേഴ്സസ് ബൈ എന്നുള്ളൊരു ഡിസിഷൻ, ഇത് മേടിക്കണോ അതോ ഉണ്ടാക്കണോ എന്നുള്ളൊരു ചോദ്യം തന്നെ വരുന്ന എപ്പോഴാണ്? അത് നമ്മളുടെ മേജർ പ്രൈമറി ഫോക്കസ് അല്ലാത്തപ്പോഴാണ്, അല്ലെ? പ്രൈമറി ഫോക്കസ് ആണെങ്കിൽ ദർ ഇസ് നോ ക്വസ്റ്റ്യൻ, മേക്ക് ഇറ്റ്, അല്ലെ? അപ്പം അതുകൊണ്ടാണ് എന്ത് ഫ്ലെക്സിബിലിറ്റിയും പിക്ചറിലോട്ട് വരുന്നത്. അപ്പം ഇതിന് ഇത്രയാണ് നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഓപ്പറേഷണൽ ഫീസിബിലിറ്റി ആണ് ഇവിടെ നോക്കുന്നത്. അതായത് ഇപ്പോൾ എനിക്കിത് മേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ ഇതിന്റെ ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ എനിക്കത് എന്താണ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കപ്പാസിറ്റിയിൽ നോക്കുന്നത്. ആൻഡ് അപ്പം ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് മൂന്നാമത്തേതാണ് കേപ്പബിലിറ്റി. ഓക്കെ, കേപ്പബിലിറ്റിയിലോട്ട് വരുമ്പോൾ നമ്മൾ നോക്കുന്നത് ടെക്നിക്കൽ കോമ്പിറ്റൻസ് ആണ്. അപ്പൊ ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് ടെക്നിക്കൽ നോഹൗ, അതായത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഈ ഒരു പാർട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയോ. ആൻഡ് രണ്ടാമത്തേതാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്തിനാണ്? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇന്നോവേഷൻ കൊണ്ടുവന്നാൽ മാത്രം, അല്ലെങ്കിൽ ഒരു കഴിഞ്ഞൊരു 5 വർഷം മുമ്പേ ഉള്ളൊരു പാർട്ട് അതിന്റെ മോഡല് കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് ആയിരിക്കില്ല അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ. അപ്പൊ അതിന് നമ്മൾ നമുക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വേണം. അപ്പം അതിനുള്ള കേപ്പബിലിറ്റി നമ്മുടെ കയ്യിലുണ്ടോ? മൂന്നാമത്തേതാണ് പ്രോസസ് ആൻഡ് ക്വാളിറ്റി മെച്യൂരിറ്റി. ആ ഒരു സബ് പാർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സെറ്റ് ഓഫ് പ്രോസസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് അതേപോലെ തന്നെ അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഒരു ബേസ് ലൈൻ ഉണ്ടാവും, അതിന്റെ എബോവ് ആയിരിക്കണം. അപ്പം അതൊക്കെ ഫോളോ ചെയ്യാനുള്ള ടെക്നിക്കൽ കോമ്പിറ്റൻസ് അതേപോലെ കേപ്പബിലിറ്റി നമുക്കുണ്ടോ? അതാണ് മൂന്നാമത്തെ ചോദ്യം. അപ്പൊ ഈ 3 ചോദ്യം കൂടെ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു ഉത്തരം കിട്ടും. ഐദർ ഇതെല്ലാം എനിക്കുണ്ട്, ഐ ക്യാൻ മാനുഫാക്ചർ ഇറ്റ്, അല്ലെങ്കിൽ എന്തുവരും ഇതിൽ പല കാര്യങ്ങളും എൻ്റെ ഇല്ല, ഐ എം മിസ്സിംഗ് ഫ്യൂ ഓഫ് ദീസ് ആസ്പെക്ട്സ്, സോ ഐ ക്യാൻ ബൈ ഇറ്റ് ഫ്രം സമ്മൺ എൽസ്. അവിടെയാണ് നമ്മൾ ഈ സപ്ലയേഴ്സ് എന്നൊക്കെ പറയുന്നത്, സപ്ലയേഴ്സ് അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് എന്നൊക്കെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഞാനൊരു നമ്മളുടെ G-Ride ഇലക്ട്രിക്കിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ, ഞാനൊരു ഇലക്ട്രിക് സ്കൂട്ടർ മാനുഫാക്ചർ ചെയ്യാണ്, അല്ലെ? അപ്പം അതിൻ്റെ അകത്ത് ഇത് മാനുഫാക്ചർ ചെയ്തിട്ട് കസ്റ്റമറുടെ അടുക്കലേക്ക് എത്തിക്കണം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐദർ എനിക്ക് എൻ്റെതായ ഒരു വെയർ ഹൗസ് എല്ലാ സ്റ്റേറ്റിലും സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ എൻ്റെതായ ഞാൻ തന്നെ സ്റ്റാഫിനെ ഹയർ ചെയ്ത് അവിടുന്ന് പല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എത്തിക്കാം. അപ്പം അവിടെ ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യം, ആ വെയർ ഹൗസിലൊക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്രയും എമൗണ്ട് എനിക്കതൊരു തേർഡ് പാർട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ എംപ്ലോയീസിനെ വെച്ച് അവർക്ക് ഓൾറെഡി സ്പേസ് കാണും, വെയർ ഹൗസ് കാണും, ആൻഡ് അവർ മറ്റ് കമ്പനീസിന്റെയും പ്രൊഡക്ട്സ് എടുക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് കുറച്ചുകൂടെ ചെലവ് കുറവായിരിക്കും, ആൻഡ് അവർ ഡിസ്ട്രിബ്യൂഷൻ അവർ നോക്കിക്കോളും. ഞാൻ മാനുഫാക്ചറിംഗിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ എന്താണ്, എനിക്ക് എന്റെ കോർ ഫോക്കസ് ഏരിയയിൽ കുറച്ചുകൂടെ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. ആൻഡ് ദെൻ അവിടുന്ന് വരുന്ന ടെൻഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ആ തേർഡ് പാർട്ടി നോക്കിക്കോളും, അതായത് ആ ഒരു ഔട്ട്സോഴ്സ് ചെയ്തേക്കുന്ന സപ്ലയർ നോക്കിക്കോളും. ഓക്കെ, സോ അപ്പം ഈ ഒരു കോൺസെപ്റ്റ്, അതായത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത്, അതായത് ഷുഡ് ഐ മേക്ക് ഇറ്റ് ഓർ ഷുഡ് ഐ ബൈ ഇറ്റ് എന്നുള്ള ഡിസിഷനിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഒന്നുകൂടെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ 3 കാര്യങ്ങൾ നോക്കും. 1 ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി, 2 ഓപ്പറേഷണൽ ഫീസിബിലിറ്റി, 3 ടെക്നിക്കൽ കോമ്പിറ്റൻസ്, അല്ലെ? ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം മിസ്സിംഗ് ആണെങ്കിലും നമുക്ക് ആ ഒരു മേക്ക് എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്, അല്ലെ? കാരണം കോസ്റ്റ് നമുക്കാണെങ്കിൽ ഇത് ഒരു ഹൈ പ്രോഫിറ്റബിൾ കാര്യമാണെങ്കിൽ, അതായത് നമ്മൾ ബൈ ചെയ്യുന്നതിനെക്കാട്ടിലും ഹൈലി പ്രോഫിറ്റബിൾ ആണ് നമ്മളിത് മേക്ക് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ കപ്പാസിറ്റിയും കേപ്പബിലിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഗെറ്റിംഗ് ഇറ്റ്? അതായത് കോസ്റ്റ് നമുക്ക് ഹൈലി പ്രോഫിറ്റബിൾ ആണെങ്കിൽ, നമ്മൾ ഒരു കാര്യം ഔട്ട്സോഴ്സ് ചെയ്യുന്നതിനെക്കാട്ടിലും ഹൈലി പ്രോഫിറ്റബിൾ ആണ് നമ്മളത് മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ പാർട്ട് നമുക്ക് മാനുഫാക്ചർ ചെയ്യാം. സോ നമുക്ക് ഈ 2 കാര്യങ്ങൾ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം ആ കമ്പനി ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ദാറ്റ് ആൻഡ് ദെൻ ദേ ക്യാൻ ബൈ ഇൻ ദീസ് 2 തിങ്സ്. ഓക്കെ, അപ്പം ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
വിത്ത് ദാറ്റ് നമ്മൾ നമ്മുടെ ജി റൈഡിന്റെ ഒരു എക്സാമ്പിളിലേക്ക് പോവുകയാണ്. നമുക്ക് ഇതൊരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. നമ്മുടെ ജി റൈഡിന് വേണ്ടി നമ്മൾ നമ്മുടെ ലിഥിയം അയൺ ബാറ്ററി നമ്മൾ പറഞ്ഞു, നമ്മുടെ ജി റൈഡ് ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കമ്പനിയാണ് അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ലിഥിയം അയൺ ബാറ്ററി നമ്മൾ മാനുഫാക്ചർ ചെയ്യണോ അതോ ബൈ ചെയ്യണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഇപ്പോൾ ഉണ്ട്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഒരു പ്രൈമറി കമ്പോണന്റ് ആണ് എന്ത്, ലിഥിയം അയൺ ബാറ്ററി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളത് മാനുഫാക്ചർ ചെയ്യണോ അതോ നമുക്കത് ഔട്ട്സോഴ്സ് ചെയ്യാവോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കിവിടെ എന്താണ് ഒരു പോയിന്റ് ഉള്ളത്, സപ്ലൈസ് ആർ റെഡി ടു പ്രൊവൈഡ് ഇറ്റ് അറ്റ് 20K പെർ യൂണിറ്റ്. അതായത് 20,000 രൂപയ്ക്ക് ഒരു ബാറ്ററി പെർ യൂണിറ്റ് ചാർജ് 20,000 രൂപയ്ക്ക് സപ്ലൈസ് അത് തരാൻ റെഡി ആയിട്ടുണ്ട്. അത് ഇറ്റ് ക്യാൻ ബി ഫ്രം ലോക്കൽ സപ്ലൈസ് ഓർ അബ്രോഡ് സപ്ലൈസ്. ബട്ട് നമുക്ക് 20,000 രൂപയ്ക്ക് ഒരു യൂണിറ്റ് ഓഫ് ലിഥിയം അയൺ ബാറ്ററി നമ്മുടെ ഫാക്ടറിയിൽ എത്തും. അപ്പൊ അതാണ് നമ്മളുടെ ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണ്. അപ്പം ഇതിൽ നമ്മൾ പറയാണ് പ്ലാന്റ്, അതായത് ഈ ലിഥിയം അയൺ ബാറ്ററി മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെറ്റപ്പ് ചെയ്യണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 10 crore ആവും എന്തിന്, പ്ലാന്റ് ആൻഡ് മെഷീനറി പ്ലാന്റോടെ വരുമ്പോഴത്തേനും 10 crore ആവും. ആൻഡ് ദെൻ നമുക്ക് ടൂൾസ് വേണം അല്ലെ, അതിന് വേണ്ടുന്ന ടൂൾസ് കാര്യങ്ങളെല്ലാം വേണ്ടി വരും. അപ്പം അതിനെല്ലാം കൂടി ഒരു 10 lakh rupees ആവും. അപ്പം 10 crore 10 lakhs ആണ് നമുക്ക് എന്ത് വരുന്നത്, ഇതിന്റെ ഓവറോൾ ഫിക്സ്ഡ് കോസ്റ്റ് വരുന്നത്. അതൊരു വൺ ടൈം കോസ്റ്റ് ആണ്. നമ്മൾ നോക്കുകയാണ് വേരിയബിൾ കോസ്റ്റ് എന്തൊക്കെയായിരിക്കും. അപ്പം വേരിയബിൾ കോസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ പല സപ്ലൈസിനോട് തിരക്കി. അപ്പം റോ മെറ്റീരിയൽ പെർ യൂണിറ്റ്, അതായത് ആ ലിഥിയം അയൺ ബാറ്ററി ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ പെർ യൂണിറ്റിന് 16,000 ആവും. അതേപോലെ തന്നെ ഡയറക്ട് ലേബർ, അതായത് ഒരു ബാറ്ററി ഉണ്ടാക്കാൻ ഡയറക്ട് ലേബേഴ്സ് എത്ര വരും നോക്കി കഴിഞ്ഞാൽ, കാരണം അതിന് പല സ്റ്റേജസ് ഉണ്ടാവും അല്ലെ. അതിന്റെ ഇനിഷ്യൽ സ്റ്റേജ് ഉണ്ടാവും, ഫൈനൽ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന സ്റ്റേജ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതിന് എല്ലായിടത്തും കൂടെ ലേബേഴ്സിന് നമുക്ക് 4,000 rupees വരും. പിന്നെ അതർ ചാർജസ്, അത് ഇറ്റ് ക്യാൻ ബി യൂട്ടിലിറ്റി ഇലക്ട്രിസിറ്റി ചാർജ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് ചാർജ് ആവാം. അതെല്ലാം കൂടി പെർ യൂണിറ്റിന് ഒരു 2,000 rupees ആണ്. അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ വേരിയബിൾ ചാർജ് എല്ലാം കൂടി നമ്മൾ നോക്കി കഴിയുമ്പോൾ, വേരിയബിൾ കോസ്റ്റ് എല്ലാം കൂടെ നോക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ എത്രയാണ്, 22,000 ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് സപ്ലൈസിന്റെ അടുക്കൽ നിന്ന് നമ്മൾ ഇത് ഔട്ട്സോഴ്സ് ചെയ്യണോ അതോ മേക്ക് ചെയ്യണോ എന്നുള്ളത് വേരിയബിൾ കോസ്റ്റിനെ ബേസ് ചെയ്തിരിക്കും. കാരണം എന്താണ്, ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് വൺ ടൈം ആണ്. അപ്പൊ ആ ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ കിട്ടിയത് എന്താ, 10 crore 10 lakhs കിട്ടി. അത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതപ്പോൾ നമ്മൾ കുറച്ചുനാൾ വേരിയബിൾ കോസ്റ്റ് നമുക്ക് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് പ്രോഫിറ്റബിൾ ആണെങ്കിൽ നമ്മൾ കുറച്ചുനാൾ മാനുഫാക്ചർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് ഓട്ടോമാറ്റിക്കലി അത് കവറപ്പ് ആയിക്കോളും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വേരിയബിൾ കോസ്റ്റ് മാത്രം നോക്കുകയാണ്. ഇവിടെ നമുക്ക് എത്ര കിട്ടിയ 22,000 കിട്ടിയത്. വേറെ സപ്ലൈസ് ആർ റെഡി ടു പ്രൊവൈഡ് ഇറ്റ് അറ്റ് 20,000. അപ്പൊ നമുക്ക് ഇതിലേതാണ് ലാഭം, 20,000 സപ്ലൈസിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നതാണ് ലാഭം. അപ്പൊ ഇവിടെ തമ്പ് റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ, ഇഫ് വേരിയബിൾ കോസ്റ്റ് ഈസ് ലെസ് ദാൻ മാർക്കറ്റ് പ്രൈസ്, ഓക്കെ, ഇഫ് വേരിയബിൾ കോസ്റ്റ് ഈസ് ലെസ് ദാൻ ദ മാർക്കറ്റ് പ്രൈസ് ദെൻ മേക്ക് ഇറ്റ്. അതായത് നമ്മളുടെ വേരിയബിൾ കോസ്റ്റ് മാർക്കറ്റ് സപ്ലൈസ് തരാമെന്ന് പറഞ്ഞ കോസ്റ്റിനെക്കാട്ടിലും കുറവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതെല്ലാം നമ്മൾ സമ്മപ്പ് ചെയ്തു എന്നപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 18K ആണ് കിട്ടിയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ 15K ആണ് കിട്ടിയെന്നിരിക്കട്ടെ. അപ്പൊ 15,000 രൂപയാണ് ഇവിടെങ്കിൽ നമുക്ക് അത് സപ്ലൈസ് 20,000 രൂപയാണ് പറയുന്നത്, നമുക്കിത് മാനുഫാക്ചർ ചെയ്യാം, നമുക്കിത് മേക്ക് ചെയ്യാം. അതല്ല, ഇഫ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ മാർക്കറ്റ് പ്രൈസ്, അപ്പൊ നമുക്കിത് സപ്ലൈസിന്റെ അടുക്കൽ നിന്ന് ബൈ ചെയ്യാം. അപ്പൊ ഇതാണ് തമ്പ് റൂൾ എന്ന് പറയുന്നത്. ഇഫ് വേരിയബിൾ കോസ്റ്റ് ഈസ് ലെസ് ദാൻ മാർക്കറ്റ് പ്രൈസ് മേക്ക് ഇറ്റ്, അതർവൈസ് ബൈ ഇറ്റ്. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം എന്തുകൊണ്ടാണ് സപ്ലൈസിന്റെ ഈ ഒരു ഓഫൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിലും എപ്പോഴും കൂടുതലായിരിക്കും. കാരണം ഇത് ഇപ്പൊ സപ്ലൈസ് 20,000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ അവരുടെ ആകെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ആ ലിഥിയം അയൺ ബാറ്ററി മാനുഫാക്ചർ ചെയ്യാന്നുള്ളതായിരിക്കും. അപ്പൊ അതിന് വേണ്ടുന്ന റോ മെറ്റീരിയൽ അവർക്ക് കിട്ടുന്ന വളരെ വലിയ സ്കെയിലായിരിക്കും. നമ്മളെ പോലുള്ള ഒരു പക്ഷേ 100 കണക്കിന് മാനുഫാക്ചേഴ്സിന് അവർ ഈ ബാറ്ററി സപ്ലൈ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുടെ മാനുഫാക്ചറിങ് വളരെ വലിയ സ്കെയിലാണ്. അതിൽ തന്നെ അവർ R&D ഉണ്ട്, ഇന്നോവേഷൻ ഉണ്ട്, അങ്ങനെയുള്ള അതായത് നമ്മൾ ഈ പറഞ്ഞ കപ്പാസിറ്റി ഉണ്ട്, ടെക്നിക്കൽ കോമ്പീറ്റൻസ് ഉണ്ട്, എല്ലാം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് കുറച്ചുകൂടെ ചെലവ് കുറച്ചിട്ട് അവർക്ക് മറ്റുള്ള മാനുഫാക്ചേഴ്സിന് കൊടുക്കാൻ പറ്റും ദാൻ നമ്മളത് മേക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും. അപ്പം അതാണ് അതിന്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഇവർക്ക് ചെലവ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതിന്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിപ്പോ നിങ്ങൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ കടയിൽ പോയി മേടിക്കുമ്പോൾ ഒരു മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, നമ്മൾ കടയിൽ പോയി മേടിക്കുന്നതിനെക്കാട്ടിലും വിലക്കുറവിൽ നമുക്ക് ആമസോണിൽ കിട്ടും. എങ്ങനെയാണ്? കാരണം ആമസോണിന്റെ അത്രയും ബൾക്കായിട്ട് അവർ പർച്ചേസ് ചെയ്യുന്നതും അത്രയും ഒപ്റ്റിമൈസ്ഡ് ഡാറ്റ ആണ് അവർ നമ്മളുടെ അടുക്കളേക്ക് എത്തിക്കുന്നത്. കാരണം അവരുടെ കീ ഫോക്കസ് എന്ന് പറയുന്നത് അതാണ്. അതേസമയം നമ്മൾ കടയിലോട്ട് പോയി മേടിക്കുമ്പോൾ അവിടെ പല സ്റ്റേജസ് പല കൈ മറിഞ്ഞിട്ടാണ് ആ കടക്കാരന്റെ തന്നെ സാധനങ്ങൾ വരുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കോസ്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ വിത്ത് ദാറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കി ഡിസിഷനിലും അപ്പൊ നമ്മൾ കോസ്റ്റിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഇനി നമ്മൾ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ നമ്മുടെ ജി റൈഡ് ഇലക്ട്രിക് എന്ന് പറയുന്നതാണ് പുതിയൊരു കമ്പനിയാണ്. അപ്പൊ നമുക്ക് ഇത് സ്കെയിലബിലിറ്റി ഫ്ലെക്സിബിലിറ്റി ഒന്നും ഉണ്ടാവില്ല ഇൻ ടേംസ് ഓഫ് ലിഥിയം അയൺ ബാറ്ററിയുടെ കാര്യത്തിൽ. അതുപോലെ തന്നെ ടെക്നിക്കൽ കോമ്പറ്റൻസ്, ഇത് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, അതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒന്നും നമ്മളുടെ ഒരു ഫോക്കസ് ഏരിയ അല്ലേ. കാരണം നമ്മളുടെ ഫോക്കസ് ഏരിയ എന്താണ്, നമ്മളാണെങ്കിൽ ഡിസൈൻ ഉണ്ട്, നമുക്ക് നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഡിസൈൻ ഉണ്ട്, അതിന്റെ പല പാർട്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, അതെല്ലാം അവിടെ അസംബിൾ ചെയ്യുക ആൻഡ് ദെൻ
പല പാർട്സ് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂടി അസംബ്ലി ചെയ്യുക, ക്വാളിറ്റി ചെക്ക് ചെയ്യുക, കസ്റ്റമേഴ്സിന്റെ അടുക്കലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ഫോക്കസ്. അപ്പൊ അവിടെ നമ്മൾ ലിഥിയം അയൺ ബാറ്ററിയുടെ മാനുഫാക്ചറിംഗിലായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിക്കൊള്ളണം എന്നില്ല, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് സെർവ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. സോ അപ്പോൾ നമ്മുടെ ഫൈനൽ ഡിസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ബി ബൈയിങ് ഇറ്റ്. ഓക്കെ, സോ അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ലിഥിയം അയൺ ബാറ്ററിയുടെ കാര്യമാണ് പറഞ്ഞത് അല്ലേ. ഓക്കെ, അപ്പം ബാക്കി അതേപോലുള്ള ബാക്കി മെറ്റീരിയൽസിന്റെ കാര്യങ്ങളുടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററി പാക്ക് അസംബ്ലി, ദെൻ ചേസിസ് ഫ്രെയിം ആൻഡ് ദെൻ ഫൈനൽ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ്, ഈ 3 കാര്യങ്ങളായിരിക്കും നമ്മൾ നമ്മളുടെ ഇൻഹൗസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ ഇത് ഞാൻ G-Ride ഇലക്ട്രിക്കിന് വേണ്ടി സ്പെസിഫിക്കലി എടുത്തേക്കുന്ന എക്സാമ്പിളാണ്. കാരണം നമ്മൾ ഫ്രം ബിഗിനിങ് ടിൽ ലാസ്റ്റ് എല്ലാത്തിനും നമ്മൾ ഈ ഒരു കമ്പനിയുടെ എക്സാമ്പിൾ തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രോസസ്സുകളെല്ലാം തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അത് കൂടുതൽ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഓരോന്നിനും റീസൺ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് റീഡ് ത്രൂ ഇറ്റ്. സോ ഫോർ ദ ടൈം ബീങ് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നില്ല, അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻഹൗസ് ചെയ്യുന്നില്ല, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇൻഹൗസ് ആയിട്ട് മേക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഷുഡ് ഐ മേക്ക് ഇറ്റ് ഓർ ഷുഡ് ഐ ബൈ ഇറ്റ്? ഓക്കെ, അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് ആൻഡ് ഇങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ വരുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഫ് നോട്ട്, പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. ഐ വിൽ ബി റെസ്പോണ്ടിങ് ടു ദാറ്റ്. സോ വിത്ത് ദാറ്റ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.